ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. മൂന്നാമത്തെ T20 വേൾഡ് കപ്പാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന് ചുക്കാൻ പിടിച്ചതോ മലയാളി താരമായ സഞ്ജു സാംസൺ ആണ്. കിട്ടിയ അവസരം മുതലെടുത്ത് ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കാൻ സഞ്ജു സാംസണ് സാധിക്കുകയായിരുന്നു. ഏതായാലും ഇന്ത്യയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുക. എല്ലാത്തിലും ഒന്നാമനായിക്കൊണ്ട് സഞ്ജു തല ഉയർത്തി നിലകൊള്ളുകയാണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യക്ക് വേണ്ടി ഈ T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം അത് സഞ്ജു സാംസൺ ആണ്. 321 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആവറേജ് ഉള്ള താരം അത് സഞ്ജു സാംസൺ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരം അത് സഞ്ജു സാംസൺ ആണ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയ താരം അത് സഞ്ജു സാംസൺ ആണ്. 3 അർദ്ധ സെഞ്ചുറികൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് സഞ്ജു ആണ്. 24 സിക്സറുകളാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ സഞ്ജു സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 5 ഇന്നിങ്സുകളിൽ നിന്ന് 24 സിക്സുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു T20 വേൾഡ് കപ്പിന്റെ എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന റെക്കോർഡും സഞ്ജു ഇപ്പോൾ തന്റെ സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫോറുകൾ ഇന്ത്യക്ക് വേണ്ടി നേടിയ രണ്ടാമത്തെ താരം അത് സഞ്ജു സാംസൺ ആണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഹയസ്റ്റ് സ്കോർ അത് സഞ്ജുവിൻ്റെതാണ്. നമുക്കറിയാം, വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ 97 റൺസ് സ്വന്തമാക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ഇന്ത്യയിൽ സ്വന്തമാക്കിയ താരങ്ങളിൽ ഒരാൾ സഞ്ജു സാംസൺ ആണ്. ജോയിന്റ് ആയിക്കൊണ്ടാണ് 1ാം സ്ഥാനത്ത് അദ്ദേഹം വരുന്നത്. കൂടാതെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡും സഞ്ജു സാംസൺ സ്വന്തമാക്കി. അങ്ങനെ സഞ്ജുവിന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു T20 വേൾഡ് കപ്പാണ് ഇപ്പോൾ അരങ്ങൊഴിയുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.